ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുണ്ടകൈ ചൂരൽമല പുനരധിവാസ ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുന്നതിന് ആവശ്യമായ അധിക ഫണ്ട് അനുവദിക്കാനും ഉള്ള തീരുമാനം എന്നെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നേരത്തെ വന്നിരുന്നൊരു നിർദ്ദേശമാണ്. അത് പൂർണ്ണമായി പണം കൊടുത്ത് ഏകദേശം 5 കോടി രൂപയിലധികം കൊടുത്ത് എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നീട് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 3 കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഏറ്റവും പ്രധാനമായിട്ട്. പിന്നീട് നമുക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ചരക്ക് നീക്കത്തിന് 2026 ഓഗസ്റ്റ് 18 തുടക്കം കുറിക്കുകയാണ്. ഇതുവരെ അവിടെ നടന്നിരുന്നത് ട്രാൻസ്ഷിപ്മെൻറ്റും മാത്രമാണ്. ഇതിൽ 60% കണ്ടെയ്നറുകളും മറ്റ് രാജ്യങ്ങളുടേതായിരുന്നു. തുറമുഖത്തിൻ്റെ നേരിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മുടെ നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് ഈ എക്സിം ചരക്ക് നീക്കം. കസ്റ്റംസ് കമ്മീഷണറേറ്റ് ആവശ്യമായ പബ്ലിക് നോട്ടീസെല്ലാം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. NHAയുടെ നിർദ്ദേശപ്രകാരം തുറമുഖ റോഡിൽ നിന്ന് NH 66 താൽക്കാലിക റോഡ് സംവിധാനം പൂർത്തിയാക്കി. നിലവിൽ തിരുവനന്തപുരത്ത് CFS സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ തുറമുഖത്തിനുള്ളിൽ തന്നെ കസ്റ്റംസ് ബോണ്ടഡ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഇപ്പോൾ ലോകസഭ പാസ്സാക്കിയ ഒരു നിയമം, അത് കേരളത്തെ ഗൗരവതരമായി ബാധിക്കുകയാണ്. ദ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻസ് അമെൻമെൻറ്റ് ബിൽ 2026. അത് സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതും ഫെഡറൽ വ്യവസ്ഥിതിക്ക് വിരുദ്ധവുമാണ്. ഖനന നിയമ ഭേദഗതിയുടെ പേരിൽ നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ 18ാം ഇനമായി വരുന്ന ഭൂമിയുടെ അധികാരവും അവകാശവും കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവരുന്നുള്ള നീക്കമാണ്. നാളിതുവരെ ഖനന പാട്ടം നൽകുന്നതിനും അതിനായി സംസ്ഥാന സർക്കാരിന് റോയൽറ്റി, ഇതര ഫീസുകൾ എന്നിവ നിശ്ചയിക്കാനും അധികാരമുണ്ട്. ഭൂമി പൂർണ്ണമായും സ്റ്റേറ്റ് ലിസ്റ്റിലെ, ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ, ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ 18 ഉൾപ്പെട്ടു വരുന്നതാണ്. ഭൂമി സംബന്ധിച്ച പൂർണ്ണമായ നിയമനിർമ്മാണ അധികാരം സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലാണ്. അപ്പോൾ അതൊരു ഫെഡറൽ വ്യവസ്ഥിതിക്ക് വിരുദ്ധമായൊരു നിയമമാണ്. ഇത് കേരളത്തിനെയും വളരെ ഗൗരവതരമായി നമ്മൾ ബാധിക്കും. തീരദേശവും വനവും പോലും ഒഴിവാക്കാതെയാണ് മിനറൽ ബെയറിംഗ് ലാൻഡ് എന്ന നിർവചനത്തിലൂടെ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ കേന്ദ്രം കടന്നുകയറ്റം നടത്തുന്നതിനായിട്ടുള്ള ഭേദഗതി അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ അതിശക്തമായിട്ട് എതിർക്കാൻ ഉള്ള തീരുമാനമാണ് സംസ്ഥാനത്തിൻ്റേത്. സംസ്ഥാനത്തിൻ്റെ ആ പ്രതിഷേധവും അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും. അല്ല, അത് അവരുടെ ഒരു കണ്ടീഷനാണ്, അവർ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ അത് ഉണ്ട് അവർക്ക്. ഫോട്ടോ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒന്നും വയ്ക്കാനില്ല, ഒരു എംബ്ലം, ഒരു ലോഗോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ അതിൻ്റെ അകത്ത് അവർ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ല, അത് MOU വയ്ക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. ഇല്ല, തീരുമാനം അതിന് നമ്മളൊരു ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളൊരു എംപവേർഡ് കമ്മിറ്റി, ചെയർമാനായിട്ടുള്ളൊരു എംപവേർഡ് കമ്മിറ്റിയെ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ റിപ്പോർട്ട് തന്നിട്ടില്ല. അതിപ്പോൾ ഉടനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിൻ്റെ സ്ട്രാറ്റജിക് കാര്യങ്ങൾ, സെക്യൂരിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരാണ് അനുമതി കൊടുക്കേണ്ടത്. അവരത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. അത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് പര്യാപ്തമല്ല. കുറച്ചുകൂടി ഫലപ്രദമായി, കുറച്ചുകൂടി ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ബാക്കി വിദഗ്ധരുമായിട്ട് കൂടി ആലോചിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ, ഒരാളെ കാണാതായി കഴിഞ്ഞാൽ, കടലിൽ കാണാതായി കഴിഞ്ഞാൽ അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ മിനിറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യും.
അതെല്ലാം പരിഗണിക്കും അതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും പല രീതിയിലുള്ള സഹായം അവർക്ക് നൽകേണ്ടതുണ്ട്. അതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും അത് പരിശോധിക്കും. മുതലപ്പുഴയിലെ അപകടാവസ്ഥ പരിഹരിക്കാൻ ആദ്യത്തെ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. അടുത്ത യോഗം അടുത്ത ആഴ്ച തീയതിയാണ്. താൽക്കാലികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ യോഗത്തിൽ തീരുമാനമെടുക്കും. ലോങ് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളും ആ തീരുമാനമെടുക്കും. ചില എക്സ്പേർട്ട് കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. IIT ഉൾപ്പെടെയുള്ള ചില എക്സ്പേർട്ട് കമ്മിറ്റികൾ. ഒരു അപകട മേഖല 80-ലധികം ആളുകളാണ് അവിടെ മരിച്ചത്. അതിന് അവിടെ ഹ്രസ്വകാലത്തേക്കുള്ള പരിഹാരവും വേണം, ദീർഘകാലത്തേക്കുള്ള ഒരു പരിഹാരവും വേണം. അതവിടെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഞാൻ തന്നെ നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുള്ള വിഷയമാണ് നേരത്തെ. തീർച്ചയായിട്ടും പൂർണ്ണമായി ആ കുടുംബത്തെ സംരക്ഷിക്കും. അവരുടെ വീട് നിർമ്മിക്കാൻ ഞാൻ തന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീട് പൂർത്തിയാക്കി നല്ലൊരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊടുക്കും. ബാക്കിയുള്ള നഷ്ടപരിഹാരങ്ങളെല്ലാം കൊടുക്കും. നമുക്ക് ഏതെല്ലാം രീതിയിൽ ഈ കുടുംബങ്ങളെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഗവൺമെൻറ് സഹായിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ തീരുമാനങ്ങളെല്ലാം എടുക്കാൻ പറ്റും. ആലോചിക്കും നമ്മൾ തീർച്ചയായിട്ടും. അല്ല, ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളാണുള്ളത്. കായിക വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഗൗരവതരമായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്, സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് വേണ്ട നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കും. സർക്കാരിനെ ഒഴിഞ്ഞു മാറാൻ കാരണം സർക്കാർ ഇതിൻ്റെ ഭാഗമല്ല. കേരളത്തിൽ വന്ന് മെസ്സി കളിക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത് തന്നെ കൊടുത്തത് ഇവരുമായിട്ട് എഗ്രിമെൻറ്റ്, അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെൻറ്റ് വയ്ക്കാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് അനുമതി കൊടുത്തതിൻ്റെ പ്രൊസീജിയർ എന്തായിരുന്നു പ്രൊസീജിയർ? എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടാണോ കൊടുത്തത്? ഒന്നുമല്ലല്ലോ കൊടുത്തത്. ഒരു കമ്പനിക്ക് അത് കൊടുത്തു. വിപണി മൂല്യനിർണ്ണയമോ സാമ്പത്തിക ശേഷിയോ ഫണ്ടിൻ്റെ സ്രോതസ്സോ ഒന്നും പരിഗണിച്ചിട്ടില്ല. ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല. പിന്നെ ഇത് സംസ്ഥാന ഗവൺമെൻറ്റും യഥാർത്ഥത്തിൽ ഇതിൻ്റെ പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ? പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളെല്ലാം ധാരാളം വരുന്നുണ്ട്. അപ്പം ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മുമ്പിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഏതോ സ്ഥാപനത്തെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്ന് പറയും. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിന് മീത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിൽ എല്ലാ മാർഗത്തും. അത് പ്രഥമ റിപ്പോർട്ടുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗുരുതരമായ ക്രമക്കേട് ആ കാര്യത്തിലുണ്ട്. ഒന്നൊരു GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. 2 ആ വെട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ കണ്ടുപിടിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ അകത്ത് അത് മരവിപ്പിക്കപ്പെട്ട പോലെ അന്വേഷണം മരവിക്കപ്പെട്ടതുപോലെയുള്ള ഒരു സ്ഥിതി പിന്നീടുള്ള 7 മാസം ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർക്കാരിന് നഷ്ടപ്പെട്ട തുക ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഉണ്ടായിരിക്കുന്ന അനാസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. അത് ധനകാര്യ വകുപ്പ് നടത്തും. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുള്ള ഉചിതമായ നടപടി സ്വീകരിക്കുക. കാര്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അത് പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അന്വേഷണ പരിധിയിലെല്ലാം പെടുമല്ലോ. അന്വേഷണം നടത്തുമ്പോൾ എല്ലാം പെടുമല്ലോ, എല്ലാം പെടും. എത്ര രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആ ഫണ്ടിൻ്റെ സോഴ്സസ് എന്താണ് എന്നൊക്കെ അറിയണമല്ലോ. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അല്ല, ഞങ്ങൾ പ്രാഥമികമായി സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിച്ച് അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴാണല്ലോ നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്യണത്.
പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടാണ് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ FCRI ആക്ടിൻ്റെ വയലേഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കും. ഇപ്പോൾ നമ്മൾ ഇത് പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉചിതമായൊരു അന്വേഷണം വേണം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്കാണ് എത്തുന്നത്. അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപിക്കും. അല്ല, അതെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ അന്വേഷണ പരിധിയിലാണ്. അന്വേഷണത്തിന് നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ കൊടുക്കേണ്ട ടേംസ് ഓഫ് റെഫറൻസാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം വരും അതിൻ്റെ അകത്ത്. അതെല്ലാം വരുമല്ലോ, സ്വാഭാവികമായിട്ട് വരുമല്ലോ, എല്ലാം വരും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റോൾ എന്തായിരുന്നു? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് റോളായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങളിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്തോ? ഈ പറയുന്ന ഏജൻസി ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മുതലെടുപ്പ് നടത്തിയോ? തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും, അന്വേഷണ കാര്യങ്ങൾ വരും. അത് ഞാൻ മനോരമയിൽ എന്തിനാണെന്ന് പറഞ്ഞത്, മലയാള മനോരമയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ മാതൃഭൂമിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് മനോരമയിലും മാത്രമല്ലല്ലോ വാർത്ത വന്ന, എല്ലാ പത്രത്തിലും വന്നു. ഇതുമായിട്ട് ഇത് നേരത്തെയുള്ള കാര്യമല്ലേ, നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുള്ള കാര്യമല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. അല്ല, ഞാനത് ആ പരാതി ശ്രദ്ധയിൽപ്പെട്ട് അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണെങ്കിൽ അന്വേഷിക്കപ്പെടും, സംശയമില്ല. അല്ല, എൻ്റെ മുമ്പിലൊന്നും പരാതി വന്നില്ല, പത്രത്തിൽ വന്നില്ല. അത് നമ്മുടെ ജോലിയല്ലല്ലോ. നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ അന്വേഷിക്കും. ഞാനിങ്ങനെ പത്രവാർത്ത കണ്ട മാത്രമല്ല, എൻ്റെ മുമ്പിൽ പരാതിയൊന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിൽ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റല്ല, ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു, എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ, ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു, ആശ്വസിപ്പിച്ചു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, പറ്റാവുന്ന സ്ഥലത്ത് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇയാൾക്ക് തിരുമലെല്ലാം കഴിഞ്ഞ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹമുള്ള ആ വെങ്ങോല പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ MLA-യോടും അവിടുത്തെ പാർട്ടി ഭാരവാഹികളോടും ഒപ്പം അവരെല്ലാം കൂടി പറഞ്ഞു, ഒന്ന് പോകണം, സാറ് വാക്ക് കൊടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3 or 4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ, അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ ആർക്കും അതറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർ ഓരോ ഇതിൻ്റെ അംഗമായിട്ട് ചേരുന്നതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, മെറ്റ എന്ന് പറയണം, ഭയങ്കര സംഭവമാണ്. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട്. ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇത് ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ, മെറ്റ റിലീസ് ചെയ്യണത് പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നതിന് നിങ്ങളൊന്ന് ആലോചിച്ച്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ പോയിട്ടുണ്ട് 3 എണ്ണം, ഇത് ഒരുപാടെണ്ണം പോയിട്ടുണ്ട്. അതായത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഓൺലൈൻ ആളുകൾ വെച്ച കാര്യം. ഒന്ന്, ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് കൊല്ലം രൂപതയുടെ 700ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം പല നിങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും വെച്ചു. അത് റിമൂവ് ചെയ്തു. അത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു. എൻ്റെ ഇടപെടലുകളും എന്നെ വിശ്വാസം കൊണ്ട് വളരെ ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗം
ഓൺലൈൻ ചാനലുകൾ കൊടുത്തത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷിബു ബേബി ജോണും ഞാനും തമ്മിൽ ഒരുമിച്ച് ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ പോയത്, അത് ചില ചാനൽ കൊടുത്തത് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത് KCBC മുഖ്യമന്ത്രിക്ക് ഒരു പരോക്ഷ പിന്തുണയുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആരും രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞ് എൻ്റെ കൂടി ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഈ സോഷ്യൽ മീഡിയയിലെ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയുടെ എല്ലാ റിലീസും ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ആസാം മുഖ്യമന്ത്രി, ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അതെന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നാളെ എൻ്റെയും പോകില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യുമോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമോ? മെറ്റ ചെയ്യുമോ? ചെയ്താൽ അതിന് നമുക്ക് ഇടപെടണം. നിങ്ങളും ഇടപെടണം. നിങ്ങൾ അതിൻ്റെ അകത്ത് പരാതികൾ കൊടുക്കണം. അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കും. ഒരു സംശയം ആ കാര്യത്തിലില്ല. സർക്കാർ നിൽക്കും, ആ കൂടെ നിൽക്കും, സർക്കാർ കൂടി നിൽക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ആ അല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന ഞാൻ മനോരമ ന്യൂസിലെ കൊടുത്ത ഒരു പോസ്റ്റ് പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അന്ന് റിമൂവ് ചെയ്തത്. കേൾക്ക്, പോലീസിനെ ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്തത്. പോലീസിനെ ഉപയോഗിച്ച് ഇപ്പോൾ ഇലക്ഷൻ പരാതി കൊടുത്ത് ഞാൻ പരാതി കൊടുത്തില്ലേ, ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുക്കില്ലേ? പരാതി കൊടുക്കും. എന്നിട്ട് അവരത് പുനഃസ്ഥാപിച്ച് അത് തെറ്റാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ലംഘനം കൂടിയല്ലേ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ തടസ്സപ്പെടുത്തുന്നത്. അത് പോലീസിനെ ഉപയോഗിച്ച് അതിൻ്റെ അത് ഒന്നുമില്ല. ജോണി ലൂക്കോസുമായിട്ട് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ പോലീസിനെ കൊണ്ട് റിമൂവ് ചെയ്യിപ്പിച്ച് അന്ന് അത് പറഞ്ഞുകൊണ്ട് അവരത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ റീഇൻസ്റ്റേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. രക്തം കേൾക്കറൊന്നും മെറ്റയായിട്ടൊന്നും ഇപ്പോൾ അത് ഒരു സ്ഥലത്ത് സംസാരിച്ചിട്ടില്ല. എൻ്റെ ഓഫീസിലെ ഒരാളും ഞങ്ങളെ ഓഫീസിൽ പറഞ്ഞാൽ മെറ്റ നിങ്ങളുടെയൊക്കെ റിമൂവ് ചെയ്യാണ്, നിങ്ങളെല്ലാം റിമൂവ് ചെയ്യാണ്. ഞാൻ പറയില്ല, എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യം പ്ലീസ് ഞാൻ പറയുമല്ലേ മറുപടി, പ്ലീസ് ഞാൻ പറയുമല്ലേ, അങ്ങ് ചോദിച്ചതിന് ഞാൻ മറുപടി പറയല്ലേ. എൻ്റെ അടക്കമുള്ള എല്ലാം റിമൂവ് ചെയ്യാണ് മുഖ്യമന്ത്രിമാരുടെ പലരും. അത് എന്താണ് മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിലുണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല. അത് അത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിൻ്റെ കൂടെ സർക്കാരുണ്ടാവും. സർക്കാർ വേണമെങ്കിൽ കത്തെഴുതാം. ഞാൻ വേണമെങ്കിൽ കത്തെഴുതാം മെറ്റയ്ക്ക്, കാരണം എന്നെ വിമർശിച്ച് കൊണ്ട് വരുന്ന പോസ്റ്റ് ഒന്നും റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതാം. ഞാൻ റെഡിയാണ്. നിങ്ങൾ ആർക്കെങ്കിലും ആരെങ്കിലും മെറ്റ കൊണ്ടിട്ട് ഒരു 10 പോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വായി മൂടി കിട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നൊരു മൂഢനാണോ ഞാൻ? നിങ്ങളെന്താ? അല്ല, അത് അങ്ങനെയല്ലേ അവർ പറയുള്ളൂ. കാരണം പോലീസിനെ ഉപയോഗിച്ച് ഞാൻ ജോണി ലൂക്കോസിന് കൊടുത്ത ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കുക, അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാകുന്നു. റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നത്. റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ റിമൂവ് ചെയ്യിപ്പിച്ച ആളുകളാണ് ഈ പറയുന്നത്. എൻ്റെ ഇൻ്റർവ്യൂ അത് അവരെന്തൊക്കെ പറയാം. ഒരു അപ്രഖ്യാപിതമായ രീതിയിലാണ്. കാരണം മെറ്റയുടെ പോളിസി ചേഞ്ച്, മെറ്റ പ്രധാനമന്ത്രിയോട് മാപ്പ് പറയുന്നുള്ള വാർത്ത നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇത് ത്രൂ ഔട്ട് ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ തെലങ്കാനയിലെ കാര്യം പറഞ്ഞത്, ഹിമാചൽ മുഖ്യമന്ത്രിയുടെ പറഞ്ഞത്. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിങ്ങളിത് റിമൂവ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ അവർക്ക് പരാതിയാക്കി നമ്മളും പറയാം, നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക, സർക്കാർ അതിൻ്റെ കൂടെ നിൽക്കുക. നിങ്ങളിപ്പോൾ എനിക്കെതിരെ ഇട്ടിരിക്കുന്ന സംഭവങ്ങൾ പോലും പുനഃസ്ഥാപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അത് വന്നാൽ അല്ലെങ്കിലും പറയണല്ലേ. അല്ലല്ല, പോലീസ് ഇതുമായിട്ട് യാതൊരു അല്ല അത് അവർ ചെയ്യുന്നതല്ല, അവിടെ നിന്ന് ചെയ്യുന്നതല്ല. അവരോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അവരാണ് ഇതിൻ്റെ അതോറിറ്റി, അവർക്ക് മാത്രമേ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലേ സർക്കാർ ഇടപെടാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടി വേണം, നിങ്ങൾ നീക്കം ചെയ്ത ആളുകൾ പരാതി കൊടുക്കണം. കാരണം നിങ്ങളാണ് അഗ്രീവ്ഡ് പാർട്ടി ഇത് നീക്കം ചെയ്ത സ്ഥാപനങ്ങളാണ്. അവർ പരാതി കൊടുക്കണം. അവർ പരാതി കൊടുത്താലേ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ അതിന് പിന്തുണ കൊടുക്കുക.
എൻ്റെ ഇടയ്ക്ക് എന്നെ വിമർശിച്ചുകൊണ്ടിട്ടിരിക്കുന്ന പോസ്റ്റുകളടക്കം തിരിച്ചിടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കത്ത് കൊടുക്കുക, ഒരു പ്രശ്നമില്ല. അതൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിൻ്റെ നയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. അല്ല, വ്യാപകമായ ശ്രമം ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്, ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്ന് വായിച്ചു നോക്കും. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയേ ഉള്ളൂ, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്, ഫോർവേഡ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെൻറ് നയമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവിടെ അയച്ച ഹാർത്തിരംഗയായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിലിരുന്നു. സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDFന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 ഇനി അധികം ദിവസമില്ലല്ലോ, അപ്പോൾ മനസ്സിലാവും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15 അത് വളരെ വ്യക്തമാവും സർക്കാരിൻ്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന്. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡൻ്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയണത്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDFനും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ടേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അത് വിശദമായി അന്വേഷിക്കുക, കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. വളരെ ഗൗരവതരമായ പരാതിയാണ് അത് സംബന്ധിച്ച് അത് കിട്ടിയിരിക്കുന്നത്. ഗൗരവത്തോടുകൂടി അന്വേഷിക്കുക. നമ്മളത് പാർലമെൻറ്റിൽ ഇപ്പോൾ ലോകസഭ അത് പാസ്സാക്കി. നമ്മൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. രാജ്യസഭയിൽ വരും പ്രതിഷേധിക്കും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിഷേധം നമ്മൾ അറിയിക്കും. പിന്നെ അത് പാസ്സായി ആക്റ്റായി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് നിയമപരമായ കാര്യങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ മെയിൻ പരാതി സ്റ്റേറ്റ് ലിസ്റ്റിലേക്കുള്ള എൻക്രോച്ചാണെന്നാണ്. ഭരണഘടനയുടെ ഷെഡ്യൂളിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ യൂണിയനാണ് അധികാരം നിയമനിർമ്മാണത്തിന്. സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിനാണ് അധികാരം. കൺകറൻറ്റ് ലിസ്റ്റിൽ 2 പേർക്കും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട 18 ഭൂമിയുടെ അധികാരം. ഷെഡ്യൂളിൽ 18 അതിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. അപ്പം നമുക്ക് ഭരണഘടനാപരമായ ഒരു ഭരണഘടനാ ലംഘനം കൂടിയാണ്. ഭരണഘടനയുടെ ഷെഡ്യൂളിൻ്റെ ഉള്ള അധികാരത്തിൻ്റെ, സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന അധികാരത്തിൻ്റെ ലംഘനം കൂടിയാണ്. അപ്പം നമുക്ക് അവർ പാസ്സാക്കിയാൽ നമ്മൾ അതിനു മുമ്പ് രാഷ്ട്രീയമായ എതിർപ്പ് അറിയിക്കും, സ്റ്റേറ്റിൻ്റെ എതിർപ്പ് നമ്മൾ അറിയിക്കും, എന്നില്ലെങ്കിൽ നിയമപരമായ മാർഗങ്ങൾ തേടും. അല്ല, നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് സാധാരണഗതിയിൽ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും, ഒരു കുറവും വരുത്തില്ല. That I don't know. I am not aware about that. I will check. Delimitation, we have a stand. Congress and India Front have taken a stand. That is the same stand we have, political stand. ഞങ്ങൾ ലാസ്റ്റ് വീക്കിലാണല്ലോ UDF യോഗം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്കിലാണ് ചർച്ച വെച്ചിരുന്നത്. അപ്പോഴാണ് ഈ ഫ്ലഡും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അത് നമ്മൾ ഈ ആഴ്ചത്തേക്ക് അത് മാറ്റിവെച്ചു. നമ്മൾ ചർച്ചകൾ തുടങ്ങി. ഞങ്ങൾ ചർച്ചകൾ തുടങ്ങിയിട്ടേ. പിന്നെ നിങ്ങൾ തന്നെ ഇങ്ങനെ വാർത്ത ഇടുവാണ്. അത് ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേക്കൻസി ഇല്ലാതെയാണ് അത് ചെയ്തത്. ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഇപ്പോൾ സമരം നടക്കുന്നുണ്ടല്ലോ, LPST മറ്റേ UPSC സമരം. അവരിപ്പോൾ തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെച്ചതാണ്. അതിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയോ? അതായത് 500 വേക്കൻസി ഉള്ള സമയത്താണ് ഈ PSC ഇത് ചെയ്യുന്നത്. PSC പരീക്ഷ നടത്തി ഇത് ചെയ്യുന്നത്. 15,000 പേരുടെ ലിസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 500 വേക്കൻസിയുടെ സ്ഥിതി എന്താണെന്നറിയോ? അപ്പോൾ ഈ 500 വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡിവിഷൻ ഫോൾ 1131 ഉണ്ട്. അതായത് ഡിവിഷൻ ഫോളിലൂടെ ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകരുടെ എണ്ണം അപ്പോൾ 1131. 1131 വരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, വേക്കൻസി ഇല്ലാത്ത. അപ്പോഴാണ് 500 അപ്പോൾ 500 വേക്കൻസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 631 പോലും ഇല്ല. മനസ്സിലായില്ലേ? അതായത് ഈ 1131 വരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഡിവിഷൻ ഫോൾ ഉള്ളപ്പോൾ ഇപ്പോൾ വേക്കൻസി ഇല്ല. ശരിക്കും വേക്കൻസി ഇല്ല. കാരണം ഈ 500 കഴിഞ്ഞാലും വീണ്ടും 631 വരെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യണം.
നിലവിലുള്ള 500 വേക്കൻസിയും പിന്നെ 631 പേരെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ സമയത്താണ് വീണ്ടും പരീക്ഷ നടത്തിയിട്ട് 15,000 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, അങ്ങനെ പരീക്ഷ നടത്തുന്നത് തന്നെ ശരിയാണോ? ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്താമോ? ഇല്ലാത്ത വേക്കൻസിയിലാണ് ആ പരീക്ഷ നടത്തിയത്. ഇല്ലാത്ത വേക്കൻസിയിൽ പരീക്ഷ നടത്തി. ഇപ്പോൾ ഈ ഗവൺമെൻറ്റാണ് എൻ്റെ തലയിലായി അത് ഇല്ലേ, നമ്മുടെ മുമ്പിലായി. അപ്പം നേരത്തെ 1:40 ആയിരുന്നു റേഷ്യോ, സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ. പല കാലങ്ങളായിട്ട് അത് കുറച്ചു കൊണ്ടുവന്നു. 1:35 ആയി, 1:30 ആയി. ഇപ്പോൾ 1:25 ആക്കണമെന്നാണ് ഇപ്പോഴത്തെ ഡിമാൻഡ്. 25 കുട്ടികൾക്കൊരു സ്റ്റുഡൻറ്റ്. പിന്നെ നിങ്ങൾക്കറിയാം, സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡെമോഗ്രാഫിക് ചേഞ്ചാണ്, അല്ലാതെ പൊതു സംവിധാനത്തിലുള്ള കുറവല്ല. നേരത്തെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അത് ദൃശ്യമായി തുടങ്ങി. എണ്ണം കുറയാണ്, എൻറോൾമെൻറ്റ് കുറയാണ്, കുട്ടികളുടെ എണ്ണം. കാരണം കുറവാണ്, പല കാരണങ്ങൾ കൊണ്ടാണ്. ഡെമോഗ്രാഫിക് റീസൺസാണ്. ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ട്. ലേറ്റ് മാരേജിൻ്റെ വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ എൻറോൾമെൻറ്റ് കുറയാണ് കുട്ടികളുടെ. അതുകൊണ്ടാണ് നമ്മൾ 2 മാസം അവരോട് നമ്മൾ ചോദിച്ചത്. അവരോട് ഞാൻ ഏതെങ്കിലും സമീപകാലത്ത് നിങ്ങളിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടോ? 3 പ്രാവശ്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിച്ചു അവരോട്. ഞാൻ എൻ്റെ ചേംബറിൽ വിളിച്ച് അവരോട് സംസാരിച്ചു. തൽക്കാലത്തേക്ക് 2 മാസത്തേക്ക് നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞാൻ കൂടി ആവശ്യപ്പെട്ടിട്ടാണ് കത്ത് കൊടുത്തു. അവിടെ കൊണ്ടുപോയി ഈ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൊണ്ടുപോയി സമരപ്പന്തലിൽ കൊണ്ടുപോയി, ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല കേരളത്തിൽ, അവിടെ കൊണ്ടുപോയി കത്ത് കൊടുത്തു. അവർ സമരം ചെയ്യുന്നതിനെ എതിർക്കുമല്ല നമ്മളെ ചെയ്തത്, നമ്മളൊന്ന് പഠിക്കാനുള്ള സമയം ചെയ്തത്, അവരെ അധിക്ഷേപിക്കുകയല്ല ചെയ്തത്. അവിടെ കൊണ്ടുപോയി കത്ത് കൊടുത്തു. അതിനുശേഷം വീണ്ടും വിളിപ്പിച്ചു സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5ാമത്തെ 6ാമത്തെ റൗണ്ടാണ് ഗവൺമെൻറ് ഇടപെട്ടത്. അല്ലാതെ സമരക്കാരെ അധിക്ഷേപിക്കുകയോ അവരെ പുച്ഛിക്കുകയോ അവർ സമരം ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. എവിടെ? ഉറപ്പായിട്ട് അത് അവിടെ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നു എന്നതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൗരവതരമായ അന്വേഷണം PSC നടക്കുന്നത്. എനിക്ക് പലതും പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻസാണ് കിട്ടിയിരിക്കുന്നത്, ഷോക്കിങ്. അതുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷണം നടത്തുന്നത്. ഞാനിപ്പോൾ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു അന്വേഷണം, ഗൗരവത്തോടു കൂടിയൊരു അന്വേഷണം നടക്കുന്നത്. അല്ല, അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വരാതെ റിപ്പോർട്ടിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമുക്കൊന്നും പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഇപ്പോൾ ഒരു കമൻറ്റ് പറയുന്നത് ഒരു ഇംപ്രോപ്രൈറ്റി ഉണ്ട് അങ്ങനെ പറയുന്നതിൽ. ഈ ആളെ തൂഫാൻ പദ്ധതി പ്രകാരം അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാളെ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ആക്ഷേപമുണ്ടോ? അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്, റിമാൻഡ് ചെയ്തു, പ്രൊട്ടക്റ്റ് ചെയ്തില്ല ആരെയും, ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല. പിന്നെ പലരും വന്നിട്ട് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞ് എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ ലഹരി കച്ചവടമാണെന്ന്. പിന്നെ ഞാനൊന്നും പറയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയണമുണ്ട്. അല്ലല്ല നിൽക്കി എന്ന് പറഞ്ഞു തീർക്കട്ടെ. ഐശ്വര്യൻ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് വന്ന് പറയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി കച്ചവടം ഒന്ന് പാർട്ടി സെക്രട്ടറി പറയാം. എൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്. എന്താണത്? നിങ്ങൾക്കറിയാമല്ലേ, മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഈ സെക്രട്ടറി എവിടെയായിരുന്നു? ഈ പാർട്ടി സെക്രട്ടറി. പറഞ്ഞോട്ടെ, അത് പുള്ളി ഞാൻ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടി ഇത് വന്ന് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഐശ്വര്യമാണെന്ന് പറഞ്ഞത്. ഇല്ലില്ല, അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ആ അന്വേഷണ പരിധിയിൽ സർക്കാർ ഇടപെടില്ല. ഞാനത് ദേവസ്വം മന്ത്രിയായിട്ട് അത് വളരെ വിശദമായി സംസാരിച്ചു. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അവർ തന്നെ സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ, നമ്മളല്ല വെച്ചത്, ഹൈക്കോടതി തന്നെ നേരിട്ട് സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നടത്തുന്ന അന്വേഷണമാണ്. ഗുരുതരമായ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലത്ത് നടന്നതാണ്. കട്ടളപ്പടി അടിച്ചു മാറ്റി, സ്വർണ്ണം അടിച്ചു മാറ്റി അയ്യപ്പൻ്റെ, ഇപ്പോൾ അയ്യപ്പൻ്റെ നെയ്യ് കൂടി അടിച്ചു മാറ്റി. എന്താ നടന്നിരുന്നത്? അതിനെല്ലാം ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു, എല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്. എത്രാമത്തെ LDF ഭരണകാലത്ത് എത്രാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് ജയിലിൽ കിടക്കുന്നത്? അമ്പലം വിഴുങ്ങികളായിരുന്നില്ല ഇവർ. ശബരിമലയിലെ ഏറ്റവും പുണ്യപുരാതനമായ ശബരിമല ക്ഷേത്രത്തിൽ കളവ് നടത്തിയിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത തരത്തിൽ എത്രാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് ജയിലിൽ കിടക്കുന്നത്?
സ്വർണ്ണം അടിച്ചു മാറ്റി, കട്ടള അടിച്ചു മാറ്റി, ദ്വാരപാലക ചിലപ്പോൾ അടിച്ചു മാറ്റി, അവസാനത്തെ നെയ്യ് കൂടി അടിച്ചു മാറ്റി. ഇനി എന്തെല്ലാം വരായിരിക്കും. എന്തായിരുന്നു അവിടെ നടന്നത്? LDF ഭരണകാലത്ത് എന്തായിരുന്നു അവിടെ നടന്നത്? നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ആകെ കൊടുത്തിരിക്കുന്നത് CMO കേരളം എന്നുള്ളത് പുനഃസ്ഥാപിച്ച് തന്നെ എന്ന് പറയുന്നുണ്ട്. അത് അവർ ചെയ്തു തന്നിട്ടില്ല. ഇത്ര നാളായിട്ട് 2 മാസമായിട്ട് അത് റീസ്ട്രക്ചർ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഗുരുതരമായ വന്നത് ഒന്നാമത്തെ ആവശ്യമായ ആശുപത്രികൾ എംപാനൽ ചെയ്തിട്ടില്ല. കൂടുതലും ഹോസ്പിറ്റൽസാണത് എംപാനൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ആശുപത്രികൾ എംപാനൽ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ നല്ല ഡിപ്പാർട്ട്മെൻറ്റ്സ് അതിൻ്റെ അതൊന്നുമില്ല. അപ്പോൾ വ്യാപകമായ പരാതികൾ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഭാഗത്തുണ്ട്. ഞങ്ങൾ റീസ്ട്രക്ചർ ചെയ്യുക പോരെ, ഇത്രയും മതി.